അനാൻഷൻ്റെ ഉമ്മയും ഉപ്പയും ടീച്ചേഴ്സാണ്. പക്ഷെ അനാൻഷ അന്ന് അറിയപ്പെടുന്ന നല്ലൊരു പാട്ടുകാരനാണ്. അതിൻ്റെ പിന്നിൽ അനാൻഷ ഒരു പക്ഷേ അധ്യാപകനാവണമെന്ന് ഈ ഉമ്മയും ഉപ്പയും വാശി പിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു മനുഷ്യനാവാൻ ഇന്ന് അദ്ദേഹത്തിന് കഴിയില്ല. അതോടൊപ്പം അദ്ദേഹത്തിന് ആഗ്രഹം, അതായത് അദ്ദേഹത്തിന് ആ ഫീൽഡായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എന്തായി, ഇന്നെല്ലാവരും അവരുടെ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര കളറാണ് അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അതേപോലെ നമ്മളെ പാരൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉള്ള വീട്ടിലെ പാരൻസ് ചിന്തിക്കുകയാണ് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾ ഡോക്ടർ ആവണം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉള്ളവർ അധ്യാപകൻ അല്ലെങ്കിൽ അതിൽ ഒരു പടി മുന്നേ നിൽക്കുന്ന ഒരു ജോബ്. ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരും ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ കുട്ടിക്ക് ഒരുപാട് ഹാപ്പിനെസ് ആയിട്ടുള്ള കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുട്ടി ഏതിലാണോ ആഗ്രഹിക്കുന്ന ഒരു ജോബ് അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്നതാവണം, അത് ജോലി ആവണം എന്നില്ല, അത് ചിലപ്പോൾ ഉദ്യോഗസ്ഥനാവണം എന്നില്ല, ഒരു PSC ആവണം എന്നില്ല, അത് കുട്ടി ഏതിൽ നിന്നാണോ ചെയ്യാൻ പറ്റുന്നത് അതിന് നമ്മളുടെ പാരൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഫാമിലിയിലൊരു സന്തോഷം വരാനുണ്ട് കുട്ടിക്കും. അതായത് കുട്ടിക്ക് സപ്പോർട്ട് നിന്നതുകൊണ്ട് കുട്ടി അവിടെ ഹാപ്പി ആവുകയാണ്. അതോടൊപ്പം ആ കുട്ടിയുടെ സന്തോഷം, അപ്പോൾ ആ കുട്ടി ആ ഫീൽഡിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി എന്ത് ചെയ്യും, അതിൽ ഒന്നും കൂടെ മുന്നോട്ടെത്താൻ ആ കുട്ടി നോക്കുക. അപ്പോൾ അവിടെ ഒരു കോംബോ, അവരൊരു ചേർത്ത് പിടിക്കൽ അവിടെ ഉണ്ടാവും. അപ്പോൾ സമൂഹത്തിൽ എപ്പോഴും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതൊരാളെടുത്ത് നോക്കിയാലും അവരുടെ പിന്നിൽ എപ്പോഴും ഇതേപോലെയുള്ള സപ്പോർട്ടായിട്ടുള്ള പാരൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാരൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും.